വെസ്റ്റ് ഇൻഡീസുമായുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ അംഗം വെറും 3 ദിവസം കൊണ്ട് ഇന്നിംഗ്സിന്റെയും 140 റൺസിന്റെയും ഏകപക്ഷീയ വിജയത്തോടെ തൂത്തുവാരിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്ന ഈ മത്സരം പരമ്പര തൂത്തുവാരുവാനും ഗില്ലിനും സംഘത്തിനും ഒരു ക്ലീൻ സ്വീപ്പ് നേടാനുമുള്ള അവസരമാണ്. വിൻഡീസ് നിരയിൽ നിന്ന് കാര്യമായ വെല്ലുവിളികൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ ഈ പരമ്പരയെ ഒരു പരീക്ഷണ വേദിയായി ഉപയോഗിക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചേക്കാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാവി മത്സരങ്ങൾ, പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക തുടങ്ങിയ കരുത്തരുമായുള്ള വരാനിരിക്കുന്ന പരമ്പരകൾ മുന്നിൽ കണ്ട് ബെഞ്ചിലിരിക്കുന്ന യുവതാരങ്ങൾക്ക് അവസരം നൽകാനും ടീമിന്റെ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനും ഇത് സുവർണ അവസരമാണ്. ആദ്യ ടെസ്റ്റിൽ കളിച്ച 11-ൽ വരുത്താൻ സാധ്യതയുള്ള 3 പ്രധാന മാറ്റങ്ങളെക്കുറിച്ചും അതിന്റെ തന്ത്രപരമായ കാരണങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം ദേവദത്ത് പടിക്കൽ ബാറ്റിംഗ് ശക്തിപ്പെടുത്തൽ ഇന്ത്യൻ ടീമിൽ വരുത്താവുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം. സിം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം മറുനാടൻ മലയാളി ബാറ്ററായ ദേവദത്ത് പടിക്കലിനെ ഉൾപ്പെടുത്തുക എന്നതാണ്. ഈ മാറ്റത്തിന് പിന്നിൽ വ്യക്തമായ തന്ത്രപരമായ കാഴ്ചപ്പാടുകളുണ്ട്. കഴിഞ്ഞ ടെസ്റ്റിൽ 6 ബൗളിംഗ് ഓപ്ഷനുകളിലുള്ള ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പരീക്ഷിച്ചത്. വിൻഡീസ് ബാറ്റിംഗ് ദുർബലമായതിനാൽ നിതീഷിന്റെ ബൗളിംഗ് സേവനം ടീമിന് കാര്യമായി വേണ്ടി വന്നില്ല. അദ്ദേഹം വെറും 4 ഓവറുകൾ മാത്രമാണ് എറിഞ്ഞത്. ഇത്രയും അധികം ബൗളർമാർ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ആ സ്ഥാനത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ ഉൾപ്പെടുത്തുന്നത് ടീമിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ ആഴം നൽകും. രണ്ടാം ടെസ്റ്റ് നടക്കുന്ന ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ പിച്ച് പരമ്പരാഗതമായി ബാറ്റിങ്ങിന് കൂടുതൽ അനുകൂലമായതാണ്. ഇവിടെ ബാറ്റിംഗ് കൂടുതൽ ശക്തിപ്പെടുന്നത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ മധ്യനിരയിലേക്ക് ദീർഘകാലത്തേക്കുള്ള മികച്ച ഓപ്ഷനാണ് ദേവദത്ത് പടിക്കൽ. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുന്നു. വരാനിരിക്കുന്ന WTC പരമ്പരകൾക്ക് മുന്നോടിയായി ദേവദത്തിന്റെ അവസരങ്ങൾ നൽകി അന്താരാഷ്ട്ര തലത്തിൽ ബാറ്റിംഗിന് തയ്യാറാക്കി നിർത്തുന്നത് ഇന്ത്യൻ ടീമിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. മധ്യനിരയിൽ ഒരു ഇടംകൈയൻ ബാറ്ററുടെ സാന്നിധ്യം ടീമിന്റെ കോമ്പിനേഷനെ കൂടുതൽ സന്തുലിതമാക്കും. മുഹമ്മദ് സിറാജിന് വിശ്രമം, പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് അവസരം പേസ് ബൗളിംഗിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. സ്റ്റാർ പേസ് ബൗളർ മുഹമ്മദ് സിറാജിന് വിശ്രമം നൽകി യുവ പേസർ പ്രസിദ്ധ് കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് മറ്റൊരു നിർണായക നീക്കമാണ്. ഈ മാസം 19 മുതൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സിറാജ് ആയിരിക്കും. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ സിറാജിന്റെ ജോലിഭാരം നിയന്ത്രിക്കേണ്ടതും ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. ലോകകപ്പുകൾ പോലുള്ള പ്രധാന ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി താരങ്ങളെ സംരക്ഷിക്കേണ്ടത് ടീമിന്റെ മുൻഗണനയാണ്. ബുംറയും സിറാജിനെയും മാറ്റി നിർത്തിയാൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ പേസ് ആക്രമണത്തിന്റെ ബാക്കപ്പ് ഓപ്ഷനുകളുടെ ആഴം സംശയകരമാണ്. പ്രസിദ്ധ് കൃഷ്ണയെ പോലെ കഴിവുള്ള താരങ്ങൾക്ക് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അവസരം നൽകി വളർത്തിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. ടെസ്റ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് പ്രസിദ്ധ്. ഏറ്റവും കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ മാത്രമേ ബൗളിംഗിലെ താളവും ആത്മവിശ്വാസവും നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. വിൻഡീസിനെതിരെ ദുർബലമായ ബാറ്റ് നിരക്കെതിരെ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് വലിയ വെല്ലുവിളിയാകില്ല. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേൽ സ്പിൻ ഓൾറൗണ്ടർമാരുടെ മത്സരം. ഇടംകൈയൻ സ്പിന്നർ ബൗളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന് വിശ്രമം നൽകി പകരം മറ്റൊരു സമാനമായ താരം അക്ഷർ പട്ടേലിനെ ഇറക്കുകയാണ് ഇന്ത്യ പരിഗണിക്കേണ്ട മൂന്നാമത്തെ മാറ്റം. അശ്വിന്റെ വിരമിക്കലിന് ശേഷം ടെസ്റ്റ് ടീമിൽ അക്ഷർ പട്ടേലിന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല. അശ്വിന്റെ സ്ഥാനത്തേക്ക് വാഷിംഗ്ടൺ സുന്ദറിനാണ് ഇപ്പോൾ മുൻഗണന ലഭിക്കുന്നത്. എന്നാൽ അക്ഷർ പട്ടേലും ഇതേ നിലവാരത്തിൽ കളിക്കാൻ കഴിവുള്ള താരമാണ്. കഴിഞ്ഞ 20 മാസത്തോളമായി അദ്ദേഹം ഒരു ടെസ്റ്റിൽ പോലും കളിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ മികച്ച റെക്കോർഡുകൾ പരിഗണിക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ തന്നെ അക്ഷർ പട്ടേലും മികച്ച സ്പിൻ ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ളയാളാണ്. ബൗളിങ്ങിനൊപ്പം ബാറ്റിംഗിലും വലിയ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും. ടീമിനുള്ളിൽ ആരോഗ്യപരമായ ഒരു മത്സരം സൃഷ്ടിക്കാൻ ഈ മാറ്റം സഹായിക്കും. വാഷിംഗ്ടൺ സുന്ദറിന് വിശ്രമം നൽകി രണ്ടാം ടെസ്റ്റിൽ അക്ഷറിന് അവസരം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഫോം വിലയിരുത്തുന്നതിനും സ്പിൻ ഓൾറൗണ്ടർമാരുടെ സ്ഥാനത്ത് 2 പേരെയും സജ്ജരാക്കി നിർത്തുന്നതിനും സഹായിക്കും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ പരമ്പര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പരമ്പര വിജയമല്ല, മറിച്ച് ദീർഘകാല താല്പര്യങ്ങൾ മുൻനിർത്തി ടീം ഡെപ്ത് പരീക്ഷിക്കാനുള്ള അവസരമാണിത്. വിന്നിംഗ് കോമ്പിനേഷനുകളിൽ മാറ്റം വരുത്തുന്നത് പലപ്പോഴും ടീം മാനേജ്മെന്റിന്റെ വെല്ലുവിളിയാണ്. എന്നാൽ ഈ 3 മാറ്റങ്ങൾ വരുത്തുന്നത് പ്രധാന താരങ്ങളുടെ ജോലിഭാരം കുറയ്ക്കും. ബെഞ്ചിലിരിക്കുന്ന യുവതാരങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ സജ്ജരാക്കും. വരാനിരിക്കുന്ന കടുപ്പമേറിയ പരമ്പരകളിൽ ടീമിന് കൂടുതൽ ഓപ്ഷനുകൾ നൽകും. ഈ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഇന്ത്യൻ ടീം അടുത്ത WTC സൈക്കിളിലെ ഏറ്റവും സന്തുലിതമായ ടീമുകളിൽ ഒന്നായി മാറുമെന്നതിലും സംശയമില്ല. ഈ മാറ്റങ്ങൾ വരുത്തി യുവതാരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് ഒരു പ്രൊഫഷണൽ വിജയം നേടാൻ ഗില്ലിനും സംഘത്തിനും സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.